Hi all, welcome to Wings to Win Education. ഫസ്റ്റ് ഓഫ് ഓൾ മെത്തേഡ്സ് ഫോർ മെഷറിംഗ് നാഷണൽ ഇൻകം. നമ്മുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡിനെ ഔട്ട്പുട്ട് മെത്തേഡ് എന്നും വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും ഒക്കെ പറയും. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് തന്നെയാണ് ഔട്ട്പുട്ട് മെത്തേഡ് ആൻഡ് വാല്യൂ ആഡഡ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ മറ്റു പേരുകളാണ് എന്ത്? ഔട്ട്പുട്ട് മെത്തേഡും വാല്യൂ ആഡഡ് മെത്തേഡും. ദെൻ ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇങ്ങനെ പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണ് നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളത്. പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്. എങ്ങനെയാണ് ഔട്ട്പുട്ട് മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് മെത്തേഡ്, നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആകെ സാധന സേവനങ്ങളുടെ പണമൂല്യത്തെയാണ് എന്ത് പറയുന്നത്? പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ നാഷണൽ ഇൻകം പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ പ്രോഡക്റ്റിന്റെ വാല്യൂ എടുക്കുന്നു. വാല്യൂ ആഡഡ് ആണ്. ഓരോ പ്രോഡക്റ്റിന്റെയും വാല്യൂ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്? പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം കാണുന്നത്. പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം നമുക്കറിയാം ഇക്കോണമീനെ 3 സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടേർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടേർഷ്യറി സെക്ടർ. ഇങ്ങനെ ഈ 3 സെക്ടേഴ്സിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണെന്ത്? പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ, ഈ 3 സെക്ടേഴ്സും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധന സേവനങ്ങളുടെ വാല്യൂ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം കാണുന്നത്. ഈ 3 സെക്ടേഴ്സിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ നാഷണൽ ഇൻകം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോഡക്റ്റ് മെത്തേഡ്, ഔട്ട്പുട്ട് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ 3 സെക്ടേഴ്സിൻ്റെയും ഔട്ട്പുട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ വാല്യൂ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കണ്ടിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കാണുന്നത്. ഏത് മെത്തേഡ് പ്രകാരം? പ്രോഡക്റ്റ് ഓർ ഔട്ട്പുട്ട് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ് പ്രകാരം നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ എന്തെടുക്കാൻ പാടില്ല? ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വാല്യൂവിനെ ആഡ് ചെയ്യാൻ പാടില്ല. ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓൺലി ഫിനിഷ്ഡ് ഗുഡ്സിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ഇന്റർമീഡിയറി ഗുഡ്സിനെ നമ്മൾ ലെഫ്റ്റ് ഔട്ട് ചെയ്യുകയും ഓൺലി ഫൈനൽ ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിനെ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ഫിനിഷ്ഡ് ഗുഡ്സിനെയോ ഫിനിഷ്ഡ് സർവീസസിനെയോ മാത്രമേ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാറുള്ളൂ. ഇന്റർമീഡിയറ്ററി ഗുഡ്സിനെ നമ്മൾ ലെഫ്റ്റ് ഔട്ട് ചെയ്യും. കാരണം നമ്മൾ ഡബിൾ കൗണ്ടിങ് വരാൻ ചാൻസ് ഉണ്ട്. ഇന്റർമീഡിയറി ഗുഡ്സിനെയും കൂടെ നമ്മൾ ഇതിലേക്ക് നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യുന്നതിലേക്ക് ആഡ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഡബിൾ കൗണ്ടിങ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ ഇന്റർമീഡിയറി ഗുഡ്സിനെ നമ്മൾ അവിടെ നിന്നും ലെഫ്റ്റ് ഔട്ട് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാമർ
ഒരു കരിമ്പ് വാങ്ങിച്ചു. ഈ കരിമ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഷുഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ ഉണ്ടാക്കുമ്പോൾ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗറിന്റെ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ഈ കരിമ്പിന്റെ പ്രൈസ് അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. ഇനി അതുപോലെ തന്നെ ഈ ഷുഗർ വെച്ചിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചായക്കടക്കാരൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, ഷുഗറിന്റെ പ്രൈസും അതുപോലെ തന്നെ കരിമ്പിന്റെ ഷുഗർ കെയിൻ്റെ പ്രൈസും അതിൽ നിന്നും ഡിഡക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് വരുന്ന ഈ ഒരു ചായയുടെ പ്രൈസ് മാത്രമേ ആ ഒരു ചായക്കടക്കാരൻ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുള്ളൂ. കാരണം ഇവിടെ കരിമ്പ് എന്ന് പറയുന്നത് ഓൾറെഡി അതിൽ ഇൻക്ലൂഡഡ് ആണ് മുമ്പേ. ദെൻ ഫാർമർ കരിമ്പിന്റെ ഷുഗർ കെയിനിന്റെ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ ഈ ഒരു മെത്തേഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാര കടക്കാരൻ എന്ത് ചെയ്യേണ്ടി വരില്ല, ഈ ഒരു കരിമ്പിന്റെ പ്രൈസ് ആഡ് ചെയ്യേണ്ടി വരില്ല. അത് ലാസ്റ്റ് അവർക്ക് വന്ന കോസ്റ്റ് മാത്രമേ അവർ ആഡ് ചെയ്യേണ്ടി വരൂ. അതായത് ഷുഗർ കെയിനിന്റെ പ്രൈസ് അതിൽ നിന്നും മാർക്കറ്റ് പ്രൈസ് അതിൽ നിന്നും ഡിഡക്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി ചായക്കടക്കാരൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു കരിമ്പിന്റെ ഷുഗർ കെയിനിന്റെ പ്രൈസ് മാർക്കറ്റ് പ്രൈസും ഡിഡക്ട് ചെയ്യണം, പഞ്ചസാരയുടെ മാർക്കറ്റ് പ്രൈസും ഡിഡക്ട് ചെയ്യണം. എന്നിട്ട് ആ ഒരു ചായയുടെ ബാക്കി കോസ്റ്റ് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുള്ളൂ, ആ ബാക്കി വാല്യൂ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യൂ. ഇതാണ് പ്രോഡക്റ്റ് ഓർ ഔട്ട്പുട്ട് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇന്റർമീഡിയറി ഗുഡ്സിനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർമീഡിയറി ഗുഡ്സിന്റെ വാല്യൂ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, ഓൺലി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കൂ. The second method is the expenditure method. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നാഷണൽ ഇൻകം കാണുന്നത്? ഇതും ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു എക്സ്പെൻഡിച്ചറിന്റെ ബേസിലാണ് ഒരു നാഷണൽ ഇൻകം കാണുന്നതെങ്കിൽ, ഒരു നേഷന്റെ ഇൻകം കാണുന്നത് എക്സ്പെൻഡിച്ചറിന്റെ ബേസിലാണ്, ആ രാജ്യത്തിന്റെ എക്സ്പെൻഡിച്ചറിന്റെ ബേസിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയും. അതായത് ഒരു നേഷൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധന സേവനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യം ടോട്ടലി എത്ര ചെലവഴിച്ചു, ആ ചെലവിന്റെ ബേസിലാണ് നാഷണൽ ഇൻകം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധന സേവനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യം ആ വർഷം എത്ര ചെലവഴിച്ചു, ആ ചെലവിൻ്റെ ബേസിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇവിടെയും നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് യൂസ് ചെയ്യുന്നുള്ളൂ, ഫൈനൽ എക്സ്പെൻഡിച്ചർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഫൈനൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്ത് യൂസ് ചെയ്യില്ല, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള ചെലവ് ഈ ഒരു നാഷണൽ ഇൻകം കൗണ്ടിങ്ങിൽ എടുക്കുന്നില്ല. എന്ത് മാത്രമേ എടുക്കുള്ളൂ, ഫൈനൽ ഗുഡ്സിൻ്റെ എക്സ്പെൻഡിച്ചർ മാത്രമേ ഈ ഒരു മെത്തേഡ് പ്രകാരവും കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ചെലവുകളാണ് വരുന്നത്. ഒരു നേഷൻ്റെ എക്സ്പെൻഡിച്ചറിനെ പ്രധാനമായിട്ടും 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാണ്? കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓർ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് എക്സ്റ്റേണൽ എക്സ്പെൻഡിച്ചർ ആണ് എന്ത്, എക്സ്പോർട്സും ഇമ്പോർട്ട്സും. ദീസ് 4 components may now be further developed. അല്ലെ, എന്തൊക്കെയാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, എന്താണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എന്താണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ കൺസംഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള, ആ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് കൺസംഷൻ എന്ന് പറയുന്നത്. കൺസംഷൻ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എവിടെ കൺസിഡർ ചെയ്യില്ല. ഫസ്റ്റ് ഹാൻഡ് ഗുഡ്സിൻ്റെ എക്സ്പെൻഡിച്ചർ മാത്രമേ നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യൂ. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൻ്റെ ചിലവ് ഇവിടെ പരിഗണിക്കില്ല, കാരണം അവിടെ ഡബിൾ കൗണ്ടിങ് വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാൻഡ് ഗുഡിൻ്റെ മാത്രമേ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുള്ളൂ. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പെൻഡിച്ചർ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ വി ഹാവ് ടു മെഷർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ഇൻ എ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യൂ. ഒരു വർഷത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു വർഷം 2020 എന്ന് പറയുന്ന വർഷത്തെ
നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2020 എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. 21-ലെയോ 2019-ലെയോ എക്സ്പെൻഡിച്ചർ അവിടെ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ കൺസംഷൻ അതാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഒരു ഫേമിൻ്റെ ഭാഗത്തു നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വരുന്നത്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ പോലുള്ള കാര്യങ്ങൾക്ക് അല്ലേ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റോക്കും എന്താണ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോസ് ടേമിലും ആവാം, നെറ്റ് ടേമിലും ആവാം. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഗ്രോസിലെപ്പോഴും ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും, നെറ്റിലെപ്പോഴും ഡിപ്രീസിയേഷൻ എക്സ്ക്ലൂഡഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്നത്. ഓക്കെ, ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. കൺസംഷൻ ഹൗസ് ഹോൾഡിൻ്റെ ഭാഗത്ത് നിന്നും വരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമിൻ്റെ ഭാഗത്ത് നിന്നും വരുന്നു. നെക്സ്റ്റ് വൺ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്രധാനമായിട്ടും രണ്ട് വിധത്തിലാണ്. എന്തൊക്കെയാണ്? ട്രാൻസ്ഫർ പേയ്മെൻ്റ് എന്നും എക്സോസ്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്നും പറയാം. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, എക്സോസ്റ്റീവ് എക്സ്പെൻഡിച്ചർ, ഇവ രണ്ടുമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്. ആ ചെലവുകളും നമ്മൾ നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇതിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്താണ്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാതെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. നമ്മുടെ സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ പെൻഷന്, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരും? ട്രാൻസ്ഫർ പേയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. അത് ഒട്ടും എന്തല്ല, പ്രൊഡക്റ്റീവ് അല്ല. പ്രൊഡക്ഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ചെലവുകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്ഫർ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ചെലവുകൾ എന്ന് പറയുന്നത് ഒരിക്കലും പ്രൊഡക്റ്റീവ് അല്ല. പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് GNPയുടെ പാർട്ടായിട്ട് വരുന്നില്ല. GNP എന്ന് പറയുന്ന ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഈ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൻ്റെ ഭാഗം ആയിട്ട് എന്ത് വരുന്നില്ല? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് വരുന്നില്ല. കാരണം എന്താണ്? അതൊരു തരത്തിലും പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും ഇവിടെ നടക്കാത്തത് കൊണ്ട് തന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് GNPയുടെ പാർട്ടായിട്ട് വരുന്നില്ല. ഇനി സെക്കൻഡ്, എക്സോസ്റ്റീവ് എക്സ്പെൻഡിച്ചർ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? നാഷണൽ ഇൻകം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സോസ്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ചെലവഴിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, വേജസ്, സാലറീസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഗവൺമെൻറ് ചെലവഴിക്കുന്ന ചെലവുകൾ ഏതിൽ പെടും? എക്സോസ്റ്റീവ് എക്സ്പെൻഡിച്ചറിൽ പെടും. ഈ എക്സോസ്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്? നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അല്ലെ. എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. നെറ്റ് എക്സ്പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ അതെന്തായിരിക്കും? ലാഭകരമായിരിക്കും. കാരണം നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് കൂടുതലാണ്. നെറ്റ് ഇമ്പോർട്ട് ആകുമ്പോൾ അതൊരു മൈനസ് ടൈമിലേക്ക് വരും. അവിടെ ഇമ്പോർട്ടിനാണ് കൂടുതൽ ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പം എക്സ്പോർട്ടും ഇമ്പോർട്ടും എന്ന് പറയുന്നത് സേവനങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിദേശത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനൊക്കെ ചിലവഴിക്കുന്നതാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടും ഇവയ്ക്ക് വേണ്ടിയിട്ട് എത്ര ചിലവഴിച്ചു, ആ ചിലവുകളുടെ ബേസിലാണ് നാഷണൽ ഇൻകം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ദി ലാസ്റ്റ് മെത്തേഡ് ഈസ് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത്? ഇതും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻകം വെച്ചിട്ട് ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഇൻകം വെച്ചിട്ടാണ് നാഷണൽ ഇൻകം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻകം? ഇൻകം ഫ്രം എംപ്ലോയ്മെൻറ്റ്, ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ്, ഇൻകം ഫ്രം റെൻറ്റ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ, ഗ്രോസ് ട്രേഡിംഗ് സർപ്ലസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ്, ഇമ്പ്യൂട്ടഡ് ചാർജസ് ഫോർ കൺസംഷൻ ഓഫ് നോൺ ട്രേഡിംഗ് ക്യാപിറ്റൽ ആൻഡ് ടോട്ടൽ ഡൊമസ്റ്റിക് ഇൻകം. ഇതുപോലുള്ള ഇൻകത്തിൽ നിന്നും പ്രധാനപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ അതേതായിരുന്നു? വേജസ് ആയിരുന്നു അല്ലേ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികൾക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്ന വേജസ്. ദെൻ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ്. ദെൻ അതുപോലെ തന്നെ
റെൻറ്റ്, ലാൻഡിന് കൊടുക്കുന്ന റെൻറ്റ്, ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഇവയൊക്കെയാണ് എന്ത് ഒരു നാഷൻ്റെ ഇൻകം എന്ന് പറയുന്നത്. ഈ ഇൻകം എല്ലാം കൂട്ടിയിട്ടാണ് നാഷണൽ ഇൻകം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഇയറിൽ ഒരു രാജ്യത്ത് മൊത്തമായിട്ട് എത്ര വേജസ് കിട്ടി, എത്ര മൊത്തം ജോലി ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക്, ആ ഒരു വർഷം മൊത്തം ജോലി ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് ആകെ കിട്ടിയ വേജ്, അതുപോലെ തന്നെ ആകെ കിട്ടിയ ഇൻട്രസ്റ്റ്, ആകെ കിട്ടിയ പ്രോഫിറ്റ്, ആകെ കിട്ടിയ റെൻറ്റ്, ഇവയെല്ലാം ആഡ് ചെയ്തിട്ടാണ് നാഷണൽ ഇൻകം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ 3 മെത്തേഡും കൂടെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു സിഗ്മ GVA. GVA എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡ്, ടോട്ടൽ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓരോ പ്രോഡക്റ്റിൻ്റെയും നമ്മുടെ 3 സെക്ടേഴ്സിൻ്റെയും പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടേർഷ്യറി സെക്ടർ, ഈ 3 സെക്ടറിൽ നിന്നും കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കണ്ടിട്ട്, ഗ്രോസ് വാല്യൂ കണ്ടിട്ടാണ് നാഷണൽ ഇൻകം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് പ്രോഡക്റ്റ് മെത്തേഡ്. അതിൻ്റെ ഇക്വേഷനാണ് NI ഈസ് ഈക്വൽ ടു സിഗ്മ GVA എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത്? C+I+G+X-M എന്നുള്ളതാണ്. C+I+G+X-M. നമ്മുടെ C കൺസംഷൻ ആണ്, I ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, G ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണ്, X-M എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ട് ആണ്. ഇവയെല്ലാം ആഡ് ചെയ്തിട്ട് ഈ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിലാണ് നാഷണൽ ഇൻകം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നാഷണൽ ഇൻകം കാണുന്നത്? W+I+P+R, വേജസും ഇൻട്രസ്റ്റും പ്രോഫിറ്റും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നാഷണൽ ഇൻകം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിനുള്ള ഇക്വേഷൻസ്. നെക്സ്റ്റ് നമുക്ക് പലപ്പോഴും എക്സാമിന് കണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും. ഡിറ്റർമിനേഷൻ ഓഫ് നാഷണൽ ഇൻകം, അൽജീബ്രൈക് അനാലിസിസ്. അൽജീബ്രയുടെ ബേസിൽ എങ്ങനെയാണ് നാഷണൽ ഇൻകത്തെ അനലൈസ് ചെയ്യുന്നത്? ഒരു പ്രോബ്ലം തന്നിട്ട് അത് സോൾവ് ചെയ്യാനാണ് നമ്മോട് എപ്പോഴും NDA ആവശ്യപ്പെടാറുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻകം എങ്ങനെയാണ് അൽജീബ്രിക്കലി എങ്ങനെയാണ് നാഷണൽ ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാഷണൽ ഇൻകം എങ്ങനെയാണ് ഈ ഒരു അൽജീബ്രയുടെ ബേസിൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയോ, പ്രീവിയസ് ഇയറിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ നാഷണൽ ഇൻകം കാണാൻ, അല്ലെങ്കിൽ മൾട്ടിപ്ലയർ കാണാൻ. മൾട്ടിപ്ലയർ നമ്മൾ അടുത്തൊരു സെഷനിൽ പറയുന്നതാണ്. ഇവിടെ നമ്മൾ നാഷണൽ ഇൻകം എങ്ങനെയാണ് കാണുന്നത്, നാഷണൽ ഇൻകം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം നാഷണൽ ഇൻകം പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഇക്വലിബ്രിയത്തിൽ എക്കോണമി എത്തുന്നത്. ഈ ഇക്വലിബ്രിയത്തിൽ നാഷണൽ ഇൻകം എപ്പോഴാണ് ഇക്വലിബ്രിയത്തിൽ എത്തുന്നത് എന്നുള്ളത് അൽജീബ്രിക്കലി അനാലിസിസ് നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നാഷണൽ ഇൻകം പലതരത്തിൽ നമുക്കറിയാം. സിമ്പിൾ ഇക്കോണമീൻ്റെ കേസിൽ, അതായത് കൺസംഷനും സേവിങ്സും മാത്രം അടങ്ങിയ ഒരു ഇക്കോണമിയിൽ എങ്ങനെ നാഷണൽ ഇൻകം കണക്കാക്കും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷനുള്ള ഈ ഒരു സിമ്പിൾ ഇക്കോണമിയിലേക്ക് ഗവൺമെന്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ ഗവൺമെന്റ് ഡിഫറെൻറ്റ് ടാക്സസ് ഇമ്പോസ് ചെയ്യുമ്പോൾ, പ്രൊപ്പോർഷണൽ ടാക്സ് ആവട്ടെ, യൂണിറ്റ് ടാക്സ് ആവട്ടെ, ഇത്തരത്തിൽ ഡിഫറെൻറ്റ് ടാക്സസ് ഇമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഫോറിൻ ട്രേഡിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ടും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ നാഷണൽ ഇൻകം കാണും? അതിനെ ഇക്വേഷൻ ബേസിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ഇക്കോണമിയുടെ കേസ് എങ്ങനെയെന്ന് നോക്കാം. സിമ്പിൾ ഇക്കോണമിയുടെ കേസിൽ എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ ഹൗസ് ഹോൾഡ് സെക്ടറും ഫേമും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഹൗസ് ഹോൾഡ് സെക്ടറും ഫേമും മാത്രമുള്ള ഒരു ഇക്കോണമിയെയാണ് നമ്മൾ സിമ്പിൾ ഇക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ എന്ത് കൺസിഡർ ചെയ്യില്ല? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറോ ഫോറിൻ ട്രേഡോ ഇവരുടെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇവരുടെ ഇഫക്റ്റ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യില്ല. സിമ്പിൾ ഇക്കോണമിയിൽ കൺസംഷനും സേവിങ്ങും, ഹൗസ് ഹോൾഡിൻ്റെ ഭാഗത്തു നിന്നുള്ള കൺസംഷനും ഫേമിൻ്റെ ഭാഗത്തു നിന്നുള്ള സേവിങ്സും മാത്രം അടങ്ങിയതാണ് സിമ്പിൾ ഇക്കോണമി എന്ന് പറയുന്നത്. ഈ സിമ്പിൾ ഇക്കോണമിയിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറോ ഫോറിൻ ട്രേഡോ ഒന്നും കൺസിഡർ ചെയ്യില്ല.
ഇവിടെ നാഷണൽ ഇൻകം എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് സിമ്പിൾ ഇക്കോണമിയിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കൺസംഷൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഒരു കൂട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അഗ്രിഗേറ്റ് ആയിരിക്കും. കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ കൂടിയതാണെന്ത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇക്വേഷൻ ബേസിൽ പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ. y എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഇൻകം ആണ്. സി കൺസംഷൻ ആണ്. ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി എന്ന് പറഞ്ഞാൽ സീനെ നമ്മൾക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എ പ്ലസ് ബി വൈ എന്ന് പറയുന്ന എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ ആണ്. ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീറോ, ഇൻകം സീറോ ആവുന്ന സമയത്ത് ആ ഒരു ഇക്കോണമിയിൽ എത്ര കൺസംഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓട്ടോണമസ് എന്നുള്ള ഒരു അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു വ്യക്തിയുടെ ഇൻകം സീറോ ആയിരിക്കുമ്പോൾ ആ വ്യക്തി എത്ര കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? MPC ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. y എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇനി എ പ്ലസ് ബി വൈ, ഇതിൽ ബീനെ എങ്ങനെ നമുക്ക് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം? ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്നുള്ളതാണ് എന്ത് ബി എന്ന് പറയുന്നത്. ബി അല്ലെങ്കിൽ MPC എന്ന് പറയുന്നത്. ഇവിടെ MPC എന്ന് പറയുന്നത് ബീനെ മറ്റൊരു പേരാണ് MPC അല്ലേ. ഈ ബി കാണുന്നതിനുള്ള ഇക്വേഷൻ എത്രയേ ഉള്ളൂ? ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്നുള്ളതാണ്. ഈ ബിക്ക് മറ്റൊരു പേരാണെന്ത്? MPC എന്ന് പറയുന്നത്. ഡെൽറ്റ സി കൺസംഷനിൽ വന്നിട്ടുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ഇൻകത്തിൽ വന്നിട്ടുള്ള ചേഞ്ച്. എത്രത്തോളം ഇൻകം കൂടും തോറും എത്ര കൺസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻകം കുറയും തോറും എത്ര കൺസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഇൻകവും കൺസംഷനും തമ്മിലുള്ള ഒരു റിലേഷനെയാണ് ബി അല്ലെങ്കിൽ MPC കാണിക്കുന്നത്. ഇതാണ് എന്ത് നമ്മുടെ ഇക്വേഷൻ. വൈയിൽ സി പ്ലസ് ഐ എന്നുള്ളതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സീനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എ പ്ലസ് ബി വൈ എന്നുള്ളത് കിട്ടി. ഐ എന്ന് പറയുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി ഇവിടെ ഒന്നും കൂടെ y ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ എന്നുള്ളത് നമ്മൾ കണ്ടു. സി എന്ന് പറയുന്നത് എ പ്ലസ് ബി വൈ ആയിരുന്നു. ഐ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? എ പ്ലസ് ബി വൈ എന്നുള്ളത് കൊടുക്കും. സീനെ നമ്മൾക്ക് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? എ പ്ലസ് ബി വൈ എന്നുള്ളത് കിട്ടും. അപ്പോൾ സിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഈ സി y ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ എന്നുള്ളിടത്ത് ഈ സിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? സീനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള എ പ്ലസ് ബി വൈ കൊടുത്തു. അപ്പോൾ എ പ്ലസ് ബി വൈ പ്ലസ് ഐ ആണല്ലേ ഇനി വരുന്നത്. ഈ ഐ എന്താണ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഐ എ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ പ്ലസ് ഐ എ എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോഴും നമുക്ക് നാഷണൽ ഇൻകം കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു y ഉണ്ട്, ഇവിടെ ഒരു y ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ എന്താക്കേണ്ടതുണ്ട്? ഒന്നാക്കി മാറ്റേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഈ ബി വൈനെ പ്ലസ് ബി വൈനെ എങ്ങോട്ട് കൊണ്ടുവരണം? ഈ വൈയുടെ അടുത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്താവും? ഈ പ്ലസ് ബി വൈ ഇങ്ങോട്ട് പോകുമ്പോൾ, ലെഫ്റ്റോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ബി വൈ ആയിട്ട് മാറും. പ്ലസ് ബി വൈ മൈനസ് ബി വൈ ആയിട്ട് മാറും. അപ്പോൾ എന്തായി? y മൈനസ് ബി വൈ ആയി. നമുക്കറിയാം അല്ലേ ഇക്വേഷനിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഉള്ളത് മൈനസ് ആവുകയും മൈനസ് ഉള്ളത് പ്ലസ് ആവുകയും ഇങ്ങനെ ഓപ്പോസിറ്റ് ആവും അല്ലേ. അതുപോലെ ഗുണിക്കണം എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടും മാറും. ആ ഒരു റൂള് നമ്മുടെ മാത്സിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പ്ലസ് ബി വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് മൈനസ് ബി വൈ ആയിട്ട് മാറും. അപ്പോൾ y മൈനസ് ബി വൈ ഈസ് ഈക്വൽ ടു, പിന്നെ അവിടെ എന്താണ് ബാക്കിയുള്ളത്? എ പ്ലസ് ഐ എ. ഐ എ എന്ന് പറയുന്നത് എ ഓട്ടോണമസ് കൺസംഷനും ഐ എ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റും. ഇനി നമ്മൾക്ക് ഇങ്ങനെ എഴുതാം, ഇവിടെ ഒരു y ഉണ്ട്, ഇവിടെ ഒരു y ഉണ്ട്. അതുകൊണ്ട് yനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. ഇവിടെ ഒരു y, ദെൻ ഈ മൈനസ് ബി വൈയിൽ ഒരു y കൂടെ ഉണ്ട്. അപ്പോൾ ഈ y എന്താണ്? ഇവിടെ കോമൺ ആണ്. അപ്പോൾ നമ്മൾ yനെ എന്തായിട്ട് എടുത്തു? കോമൺ ആയിട്ട് എടുത്തു. ദെൻ ബ്രാക്കറ്റിൽ എന്ത് എഴുതി? 1 എഴുതി അല്ലേ. 1 ഇൻറ്റു y തന്നെയാണ്. അപ്പോൾ 1 മൈനസ് ബി ആണ് ഇവിടെ ലെഫ്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഈ വൈനെ എങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ ബാക്കിയായിട്ടുള്ളത് മൈനസ് ബി. അപ്പോൾ 1 മൈനസ് ബി. ഈ വൈനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ 1 ആണ്. നമുക്കറിയാം 1y എന്നുള്ളതിന് പകരമാണ് നമ്മൾ y എന്ന് മാത്രം കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇവിടെ 2y ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 1ന് സ്ഥാനത്ത് എന്ത് വരും? 2 വരും. അങ്ങനെ
ഇതൊക്കെ നമ്മുടെ ചെറിയ റൂൾസ് ആണ്, നമ്മൾ മുമ്പേ കേട്ട് പരിചിതമായിട്ടുള്ള റൂൾസ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. y മൈനസ് ബി വൈ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ എന്നുള്ളത് y ഇൻറ്റു 1 മൈനസ് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ എന്നുള്ളതായിട്ട് മാറി. ഇനി നമുക്ക് ഈ വൈനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് 1 മൈനസ് ബീനെ എങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ. നമുക്കറിയാം എന്താണ് ഈ y എന്ന് പറയുന്നതിനെ ഇവിടെ നിർത്തുന്നു. ദെൻ ഇവിടെ ഇൻറ്റു 1 മൈനസ് ബി എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും, 1/1 മൈനസ് ബി ആയിട്ട് മാറും. 1 മൈനസ് ബി എന്നുള്ളത് അല്ല ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും, 1/1 മൈനസ് ബി എന്നുള്ളതായിട്ട് മാറും. അപ്പോൾ എന്തായിട്ട് മാറി, 1/1 മൈനസ് ബി ആയിട്ട് ഇത് മാറി. എ പ്ലസ് ഐ എന്നുള്ളത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതായിരുന്നു. മനസ്സിലായോ? y ഇൻറ്റു 1 മൈനസ് ബി ഇസ് ബൈ 1 എന്നുള്ളതാണല്ലോ ഇവിടെ. അപ്പം ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം ഇവിടെ താഴെയുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ദെൻ 1/1 മൈനസ് ബി എന്നുള്ളതായിട്ട് അത് മാറുന്നു. അങ്ങനെ ഇക്വേഷൻ എന്താകുന്നു, സിമ്പിൾ ഇക്കോണമിയിൽ നാഷണൽ ഇൻകം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു, y ഈസ് ഈക്വൽ ടു 1/1 മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ഐ എന്ന് വരും. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയായിരിക്കും, പ്രോബ്ലം നിങ്ങൾക്ക് തരും. എങ്ങനെയായിരിക്കും, അവിടെ കൺസംഷൻ ഉണ്ടായിരിക്കാം, MPC ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ MPS ഉണ്ടായിരിക്കാം. ദെൻ അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കാം, എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം തന്നിട്ട് നിങ്ങളെ തല തിരിക്കുന്ന രീതിയിലാവും ക്വസ്റ്റ്യൻസ് തരിക. പക്ഷെ നിങ്ങൾ സിമ്പിൾ ഇക്കോണമിയിലാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം യൂസ് ചെയ്താൽ മതി, അതിൽ B യൂസ് ചെയ്യേണ്ടി വരും, A യൂസ് ചെയ്യേണ്ടി വരും, IA യൂസ് ചെയ്യേണ്ടി വരും. ബാക്കി വരുന്നതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ബാക്കിയുള്ളതിനെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഒരു പക്ഷേ ഇവിടെ MPCക്ക് പകരം MPS ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, MPC പ്ലസ് MPS ആണ് എന്ത് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ MPS ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 1ൽ നിന്നും ആ MPCയെ മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയാണ് എന്ത് സിമ്പിൾ ഇക്കോണമിയിൽ നാഷണൽ ഇൻകം കാണുന്നതിനുള്ള ഇക്വേഷൻ. ഇനി നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്, എങ്ങനെയാണ് സിമ്പിൾ ഇക്കോണമിയിൽ ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ, സപ്പോസ് ഇൻ ആൻ ഇക്കോണമി ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഈസ് IA ഈസ് 500 lakh ആൻഡ് ദി ഫോളോയിങ് കൺസംഷൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ഈസ് ഈക്വൽ ടു C ഈസ് 300 പ്ലസ് 0.81. ഫൈൻഡ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഇതിൽ നിന്നും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കാണുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തേ തന്നിട്ടുള്ളൂ, കൺസംഷൻ C തന്നിട്ടുണ്ട്, IA തന്നിട്ടുണ്ട് അല്ലേ, വേറെ ഒന്നുമില്ല, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇല്ല, അതുപോലെ തന്നെ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് സിമ്പിൾ ഇക്കോണമിയാണ്. ആ സിമ്പിൾ ഇക്കോണമിയിൽ നാഷണൽ ഇൻകം കാണുന്നതിനുള്ള നാഷണൽ ഇൻകം ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇക്വിലിബ്രിയം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, 1/1 മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ഐ എ എന്നുള്ളതാണ്. ആ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് ഇത് ആഡ് ചെയ്താൽ മതി. നോക്കാം, y ഈസ് ഈക്വൽ ടു 1/1 മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ഐ എ എന്നുള്ളതാണ് എന്ത് ഇക്വേഷൻ. ഇവിടെ 1 അതുപോലെ ഇട്ടെടുത്തു, 1/1 മൈനസ് ബി. ബി എന്താണ്, MPC ആണല്ലേ, ഓട്ടോണമസ് കൺസംഷൻ ആണ്. അപ്പോൾ കൺസംഷൻ ഫംഗ്ഷനിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓട്ടോണമസ് കൺസംഷൻ കിട്ടുന്നത്. അപ്പോൾ C എന്തായിരുന്നു, A പ്ലസ് BY ആയിരുന്നു അല്ലേ, A പ്ലസ് BY ആയിരുന്നു. B എന്ന് പറയുന്നതാണ് എന്ത്, MPC. അപ്പോൾ ബിയുടെ സ്ഥാനം എവിടെയാണ്, ഇവിടെ. അപ്പോൾ 0.8 എന്ന് പറയുന്നതാണ് B അല്ലെങ്കിൽ MPC. അപ്പോൾ 1/1 മൈനസ് 0.8 എന്നുള്ളത് കിട്ടി. ദെൻ A പ്ലസ് ഐ. എ എന്താണ്, ഓട്ടോണമസ് കൺസംഷൻ ആണ്. ഓട്ടോണമസ് കൺസംഷൻ എന്താ, A പ്ലസ് BY എന്നുള്ളിടത്ത് A എത്രയാണ്, 300 ആണ്. 300 പ്ലസ് ഐ എത്രയാണ്, ഐ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഐ എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ 500 1/0.2 എന്നുള്ളത് വരും. 1/0.2 ഇൻറ്റു 800 അത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 4000 എന്നുള്ളത് കിട്ടും. ചിലപ്പോൾ ഇവിടെ സേവിങ് ഫംഗ്ഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ MPC കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സേവിങ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് MPS ആയിരിക്കും. ഇവിടെ സിയുടെ സ്ഥാനത്ത് S ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, 0.8 എന്ന് പറയുന്നത് MPS ആയിരിക്കും. അപ്പോൾ MPC കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 1 മൈനസ് 0.8 കുറച്ചിട്ട് കിട്ടുന്നതാണ് MPC. അപ്പോൾ ഇവിടെ 0.8ൻ്റെ സ്ഥാനത്ത് 0.2 ആവും. എങ്ങനെയാണെങ്കിൽ ഇവിടെ S ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കിട്ടിയോ. ഇവിടെ S സേവിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, MPC ആയിരിക്കില്ല, MPS ആയിരിക്കും. MPCയും MPSും കൂടെ കൂട്ടുമ്പോഴാണല്ലോ 1 കിട്ടുന്നത്. അപ്പോൾ MPS ഉണ്ട്, 1 അവിടെ, അത് രണ്ടും കൂട്ടുമ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് MPC കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ 1ൽ നിന്നും 0.8 മൈനസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും 0.2 എന്ന് പറയുന്നതായിരിക്കും ഇവിടെ MPC എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പോവാം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഇനി നമ്മുടെ സിമ്പിൾ ഇക്കോണമിയിലേക്ക് കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും
അടങ്ങുന്ന സിമ്പിൾ ഇക്കോണമിയിലേക്ക് ഗവൺമെന്റിന്റെ ഇമ്പാക്റ്റും കൂടെ വരികയാണ്. അപ്പോൾ എന്താവും? സി നമുക്കറിയാം A+BY ആണ്. എ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണ്. ബി എന്ന് പറയുന്നത് MPC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? A+BY +I+G എന്നുള്ളതായിട്ട് മാറും. A+BY എന്ന് പറയുന്നത് കൺസംഷൻ ആണ്. I നമ്മുടെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. G എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഇനി നമ്മൾ ഇതിനെ മറ്റത് സോൾവ് ചെയ്ത പോലെ തന്നെ ഇതിനെ സോൾവ് ചെയ്യും. Y മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ Y - BY = A+I+G വരും. ദെൻ Y × 1 - B ആവുന്നു. അതിന്റെ A+I+G ആവുന്നു. ദെൻ Y = 1/1 - B × A+I+G ആയിട്ട് മാറുന്നു. ഇവിടെ എന്ത് വ്യത്യാസമുള്ളൂ? ഈ A+I എന്നുള്ളിടത്തേക്ക് ഒരു ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും കൂടെ ആഡ് ചെയ്തു, ജിയും കൂടെ ആഡ് ചെയ്തു. അത്ര മാത്രമേ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നുള്ളൂ. ഇതാണ് ഇതിൽ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ. ഏതാണ്? Y = 1/1 - B × A+I+G എന്നുള്ളത്. ജി മാത്രമാണ് ഇതിലേക്ക് സിമ്പിൾ ഇക്കോണമിയിൽ നിന്നും ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ടാക്സസ് ആൻഡ് ഇക്വിലിബ്രിയം ഇൻകം. ടാക്സസ്, ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ YD എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പോസബിൾ ഇൻകം ആണ് YD എന്ന് പറയുന്നത്. ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകത്തിൽ നിന്നും, പേഴ്സണൽ ഇൻകത്തിൽ നിന്നും ടാക്സ് മൈനസ് ചെയ്തതാണ് എന്ത്? ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്. കൺസംഷൻ ഫംഗ്ഷൻ ബിക്കം C = A+BY B × Y - T ആവും. കാരണം ഈ Yയിൽ നിന്നും എന്ത് മൈനസ് ചെയ്യേണ്ടി വരും? ടാക്സിന്റെ ഇമ്പാക്റ്റും കൂടെ എടുക്കുമ്പോൾ ടാക്സ് മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു Yയിൽ നിന്നും എന്ത് മൈനസ് ചെയ്യും? നമ്മൾ T മൈനസ് ചെയ്തിട്ട് ഇവിടെ ഡിസ്പോസിബിൾ ഇൻകം ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ ഇക്വേഷൻ എന്താവും? A+B × Y - T +I+G ആവും. അത് പിന്നീട് ഇതുപോലെ തന്നെ സോൾവ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ കിട്ടും? 1/1 - B × A-BT + IA+G. ഇവിടെ എന്താണ് വ്യത്യാസം? -BT ആണ് വരുന്നത്. കിട്ടിയോ? A-BT എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. മറ്റു ഇക്വേഷനിൽ നിന്നും എന്താണ് വ്യത്യാസം എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ടാക്സിന്റെ ഇമ്പാക്റ്റ് വരുമ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. 1/1 - B × A-BT + IA+G എന്നുള്ളതാണ് എന്ത്? ഇക്വിലിബ്രിയം. നാഷണൽ ഇൻകത്തിലേക്ക് ടാക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ, സിമ്പിൾ ഇക്കോണമിയിലേക്ക് ഗവൺമെന്റിന്റെ ടാക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? സിമ്പിൾ ഇക്കോണമിന്റെ കേസ് ഗവൺമെന്റ് അതിലേക്ക് ആഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ദി ഫൈനൽ വൺ ഈസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇക്വിലിബ്രിയം ഇൻകം. ഫോറിൻ ട്രേഡും ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിലേക്കൊക്കെ കൂടി നമ്മുടെ ഫോറിൻ ട്രേഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും അല്ലെ, എക്സ്പോർട്ടും ഇമ്പോർട്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ X - M എന്നുള്ളതാണ് ഫോറിൻ ട്രേഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ഇക്വേഷനൊക്കെ സെയിം ആയിട്ട് വരും. എന്ത് മാറ്റം വരും? ഈ വരും. നമ്മൾ ടാക്സിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് വരും? X - M എന്നുള്ളത് എക്സ്ട്രാ ആയിട്ട് വരും. ഇവിടെ 1/1 - B × A-BT + IA+G + X - M എന്നുള്ളതായിട്ട് എന്ത് മാറും? നമ്മുടെ ഇക്വേഷൻ മാറും. അപ്പോൾ ഈ 4 കേസസിലും നാഷണൽ ഇൻകം എങ്ങനെ കാണുന്നു എന്നുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കണം. NTA പലപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും എന്ന് പറയുന്നില്ല, പ്രീവിയസ് ഇയറിലെ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ഒന്നെങ്കിൽ നാഷണൽ ഇൻകം ഇക്വിലിബ്രിയം കാണുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ മെത്തേഡോ പ്രോഡക്റ്റ് മെത്തേഡോ അതുപോലുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ കോൺസെപ്റ്റ്. ഇതിൽ 3 നാഷണൽ ഇൻകത്തിൽ നിന്നും ക്വസ്റ്റ്യൻ വരാത്ത ഏതൊരു പ്രീവിയസ് ഇയറിലെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് വെക്കണം.